മാതമംഗലം ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ട മഹോത്സവം ജനുവരി 25 മുതൽ 28 വരെ. ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ് കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ, ഏഴിലോട്, കണ്ണൂർ. മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ, വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം. കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ, ഏഴിലോട്, കണ്ണൂർ. 19 വർഷങ്ങൾക്ക് ശേഷം മാതമംഗലം ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്ര പെരുങ്കളിയാട്ട മഹോത്സവം ജനുവരി 25, 26, 27, 28 തീയതികളിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജനുവരി 17 രാവിലെ 10:30 11:20 ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിൽ സ്വർണ്ണപ്രശ്ന ചിന്ത അരങ്ങിൽ അടിയന്തരത്തോടുകൂടി തിരുനടയിൽ നടക്കും. ഇതിലൂടെ മുച്ചിലോട്ട് ഭഗവതിയുടെ കോലധാരിയെ തീരുമാനിക്കും. തുടർന്ന് പീഠം നിർമ്മിക്കാൻ ആവശ്യമായ പ്ലാവിന് കുറിയിടൽ ചടങ്ങും നടക്കും. വരച്ചുവെക്കൽ ദിവസം 10,000-ഓളം ആളുകൾക്ക് ഭക്ഷണം നൽകാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുമുണ്ട്. തുടർന്നുള്ള ദിവസങ്ങളിൽ വിപുലമായ സാംസ്കാരിക പരിപാടികളും ഒരുക്കിയിട്ടുണ്ട്. ജനുവരി 18 വൈകുന്നേരം 6:30 വനിതാ സംഗമം കാനത്തിൽ ജമീല MLA ഉദ്ഘാടനം ചെയ്യും. സിനിമാ താരം അനു ജോസഫ് മുഖ്യാതിഥിയായിരിക്കും. തുടർന്ന് ഡാൻസ് ആൻഡ് മ്യൂസിക് നൈറ്റ് അരങ്ങേറും. ജനുവരി 19 മെഗാ തിരുവാതിരയും കോൽക്കളിയും അരങ്ങേറും. ജനുവരി 20 വൈകുന്നേരം കാവ്യ സദസ്സ് വയലാർ ശരത്ചന്ദ്രവർമ്മ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് 8 മണിക്ക് ഡാൻസ് മെഗാ ഷോ നടക്കും. ജനുവരി 21 6:30 മാധ്യമ സെമിനാർ കൈരളി ന്യൂസ് എഡിറ്റർ ശരചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് പ്രാദേശിക കലാകാരന്മാരുടെ മ്യൂസിക് ഷോ അരങ്ങേറും. ജനുവരി 22 സുവനീർ പ്രകാശനം. തുടർന്ന് 8 മണിക്ക് കലാസന്ധ്യയും അരങ്ങേറും. ജനുവരി 23 ആദരം പരിപാടി. തുടർന്ന് രാത്രി 8 മണിക്ക് മ്യൂസിക്കൽ ഡാൻസ് നടക്കും. ജനുവരി 24 4 മണിക്ക് സാംസ്കാരിക ഘോഷയാത്ര കുറ്റൂരിൽ നിന്ന് ആരംഭിച്ച് ക്ഷേത്ര പരിസരത്ത് സമാപിക്കും. 7 മണിക്ക് ജോൺസൺ പുഞ്ചക്കാടിൻ്റെ ഫ്ലൂട്ട് ഫ്യൂഷൻ നടക്കും. ജനുവരി 25 വൈകുന്നേരം 7 മണിക്ക് സാംസ്കാരിക സമ്മേളനം വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. KC വേണുഗോപാൽ MP മുഖ്യാതിഥിയായിരിക്കും. TI മധുസൂദനൻ MLA ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. തുടർന്ന് 9 മണിക്ക് നാടകം ഉറുമാല് കെട്ടിയ ചൈത്രമാസം അരങ്ങേറും. ജനുവരി 26 വൈകുന്നേരം 7 മണിക്ക് സാംസ്കാരിക സമ്മേളനം കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. M ബിജിൻ MLA അധ്യക്ഷത വഹിക്കും. തുടർന്ന് 9 മണിക്ക് രമ്യ നമ്പീശൻ നയിക്കുന്ന മെഗാ മ്യൂസിക് ലൈവ് എന്നിവ അരങ്ങേറും. ജനുവരി 27 വൈകുന്നേരം 4 മണിക്ക് മംഗലം കുഞ്ഞുങ്ങളോടുകൂടിയുള്ള തോറ്റം. 7 മണിക്ക് സമാപന സമ്മേളനം മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. 9 മണിക്ക് പാഷാണം ഷാജി നയിക്കുന്ന മെഗാ കോമഡി ഷോ അരങ്ങേറും. ജനുവരി 28 ഉച്ചയ്ക്ക് 1 മണിക്ക് മുച്ചിലോട്ട് ഭഗവതിയുടെ തിരുമുടി നിവരും. എല്ലാ ദിവസവും അന്നദാനത്തിനുള്ള വിപുലമായ ഒരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. 2500-ലധികം പേർക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നും സംഘാടകർ പറഞ്ഞു. 4 ദിവസങ്ങളിലായി 3 ലക്ഷത്തിലധികം പേർ അന്നദാനത്തിൽ പങ്കെടുക്കുമെന്നും സംഘാടക സമിതി പ്രതീക്ഷിക്കുന്നു. ജനുവരി 25 മുതൽ 28 വരെയാണ് ഇവിടെ മാതമംഗലം മുച്ചിലോട്ട് പെരുങ്കളിയാട്ടം നടക്കുന്നത്. 19 വർഷമായി ഇവിടെ പെരുങ്കളിയാട്ടം കഴിഞ്ഞിട്ട് 2006 അവസാനമായിട്ട് പെരുങ്കളിയാട്ടം കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ പഴയ കാലഘട്ടമല്ല, ആ കാലഘട്ടമൊക്കെ മാറി പുതിയ കാലഘട്ടത്തിൽ എല്ലാ സൗകര്യങ്ങളോടും കൂടിയാണ് ഇപ്പോഴുള്ള പെരുങ്കളിയാട്ടം നടന്നു വരുന്നത്. അതോടൊപ്പം തന്നെയാണ് മാതമംഗലം മുച്ചിലോട്. അതിൻ്റെ വളരെയേറെ സവിശേഷ പ്രാധാന്യമുള്ളൊരു മുച്ചിലോട് കൂടിയാണ് മാതമംഗലം മുച്ചിലോട്. പൊന്നൂന്നൻ തൊണ്ടച്ചൻ എന്ന് പറയുന്ന ഒരു ധർമ്മദൈവം ഇവിടെ മാത്രമുള്ളതാണ്. അപ്പോൾ എല്ലാ തുലാമാസവും 10-ാം തീയതി ആ തെയ്യം കെട്ടിയാടുന്ന ഒരു ചടങ്ങ് കൂടി ഇവിടെ മറ്റു മുച്ചിലോടുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുണ്ട്. അപ്പോൾ ഈ കളിയാട്ട ദിവസങ്ങളിൽ 3 ദിവസം ഈ തൊണ്ടച്ചൻ തെയ്യം കെട്ടിയാടുകയാണ്. പത്രസമ്മേളനത്തിൽ ജനറൽ കൺവീനർ M ശ്രീധരൻ മാസ്റ്റർ, ചെയർമാൻ VK കുഞ്ഞപ്പൻ, വർക്കിംഗ് ചെയർമാൻ PC ബാലകൃഷ്ണൻ, ട്രഷറർ VP മോഹനൻ കോയ്മ, CN കൃഷ്ണൻ നായർ, മീഡിയ കമ്മിറ്റി ചെയർമാൻ ദിനേശൻ മറുവൻ, കൺവീനർ PC രാജീവൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. വടക്കൻ വാർത്തകൾക്ക് വേണ്ടി മാതമംഗലത്ത് നിന്നും T ബാബു, പഴയങ്ങാടി. ആയുർവേദത്തിലൂടെ ജീവിതത്തിനേകാം ആരോഗ്യവും ഉന്മേഷവും. കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ, ഏഴിലോട്. പ്രകൃതിയുടെ മടിത്തട്ടിൽ വിശാലമായ ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ്. ഒഴിച്ചിൽ, കിഴികൾ, ധാര, വസ്തി, നസ്യം, പഞ്ചകർമ്മ ചികിത്സകൾക്കെല്ലാമുള്ള വിപുലമായ സൗകര്യം. മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ, വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം, കൃത്യതയാർന്ന പരിചരണം, പ്രകൃതിദത്ത ഭക്ഷണം. കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ, ഏഴിലോട്.